ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ദുബായിലേക്കുള്ള ഏതെങ്കിലും ഒരു വലിയ റെസ്റ്റോറന്റ് ആണെന്ന്. പക്ഷേ ഇത് നമ്മുടെ കൊച്ചി കേരളത്തിലെ കൊല്ലം പള്ളിമുക്കുള്ള ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ഈ അടുത്തായിട്ട് കൊല്ലം പള്ളിമുക്ക് വരെ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ റെസ്റ്റോറന്റിലേക്ക് കയറുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫിന്റെ വാരിയല് കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു ബാർബിക്യൂ ആണ്, അതും അറബിക് സ്റ്റൈൽ ബാർബിക്യൂ. ആ ഒരു ബീഫിന്റെ വാരിയല് നമുക്ക് മുമ്പിലോട്ട് പ്രസന്റേഷൻ ചെയ്ത ആ ഒരു ലെവലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. തടി കൊണ്ടുണ്ടാക്കിയ ഒരു പലവ കഷ്ണത്തിന് മുകളിലായിട്ട് ആ ബീഫിന്റെ വാരിയലങ്ങ് വെച്ചിട്ട് ഫുള്ളും ചുറ്റും ഇങ്ങനെ തീയൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവച്ച് തന്നത്. അതിന്റെ കൂടെ സൈഡായിട്ട് കുറച്ച് സാലഡ്സും മയോനൈസിന്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. Of mayo, pickled vegetables, salad, Arabic salad, and this is rice just to accompany the meat. Okay. And we are getting a Turkish platter also. 4-5 മണിക്കൂറോളം ടൈം എടുത്ത് പതിയെ കുക്ക് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മീറ്റ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. This is the softest beef you can tell. Because nobody makes beef this much soft. Yes. You can put everything. Yeah. And you can take the plate. So the Turkish platter will come. That's and smell this. Turkish platter. उधर रखना. वो प्लेट उठाते हुए रखना. एक मिनट. ये प्लेट पुराना. हाँ. അതിനോടൊപ്പം തന്നെ നമ്മൾ അവരുടെ കബാബ് പ്ലേറ്ററും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മട്ടന്റെയും ചിക്കന്റെയും ബീഫിന്റെയും ഒക്കെ കബാബ്സ് കൊണ്ടുള്ള ഒരു അടിപൊളി പ്ലേറ്റർ ആയിരുന്നു കേട്ടോ. അതിന്റെയും പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ക ഒരു ട്രഡീഷണൽ അറബിക് സ്റ്റൈലിലാണ് അവർ നമുക്ക് മുമ്പിലോട്ട് ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടെത്തിച്ച് തന്നിരിക്കുന്നത് കേട്ടോ. Turkish dips. ഓക്കെ, ഇത് ടർക്കിഷ് Bread lavash. That one. അതുപോലെ തന്നെ ടർക്കിഷ് ബ്രെഡ് ലവാഷ് എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന സാധനം അതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിൽ പത്തിരിയും അതുപോലെ തന്നെ പത്തിരിയിലൊരു മസാലയുടെ ഒക്കെ ടേസ്റ്റ് പഠിച്ച പോലത്തെ ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു അത്. ഇത് നമ്മുടെ ബീഫിന്റെ ബാർബിക്യൂ ഇല്ലേ, അതാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആണ്, കയ്യിൽ എടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. ആ ബീഫും അതിന്റെ കൂടെ കുറച്ച് റൈസും ആയിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ബസ്. That is a Turkish sauce. It's made with yogurt and red capsicum. Turkish sauce. And that one is also a Turkish sauce. ആ ഒരു ടർക്കിഷ് മയോനൈസിന്റെയും ആ ഒരു റൈസിന്റെയും ഫ്ലേവർ എടുത്തു പറയേണ്ട തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. This is garlic, basil. This is spicy and this is parsley. This college, no? Yunus College. This next to Yunus College. ഫ്രണ്ടിന്റെ ചിലവായിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റത്തിന്റെ ഒന്നും പ്രൈസ് എനിക്ക് വ്യക്തമായിട്ട് ചോദിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഫുഡ് ആയിരുന്നാലും അതിന്റെ ഉള്ളിലുള്ള ഒരു ആംബിയൻസ് ആയിരുന്നാലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ മട്ടന്റെയും ബീഫിന്റെയും ഒക്കെ ഒരു റിബ്സ് ഒക്കെ ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറന്റിന്റെ പേര് വരുന്നത് കാവ എന്നാണ്. നമ്മുടെ കൊല്ലം പള്ളിമുക്ക് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ.